പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L805 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൻ്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ L805 ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് ഒരിക്കലും നിങ്ങൾ USB കേബിൾ കണക്ട് ചെയ്യരുത്. ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന അവസാന ഭാഗത്ത് എത്തുമ്പോൾ കണക്ട് ചെയ്യാൻ പറയും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാവൂ. അപ്പോൾ നമ്മളെ സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇനി ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒരുവിധ കമ്പ്യൂട്ടറിലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിസ്റ്റം ഏതാ സെലക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോരുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് വെർഷനാണ് വേണ്ടത് എന്നുള്ളത്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ Windows 10 64 ബിറ്റ് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റഡായി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ വിൻഡോസിൻ്റെ മാക്കിൻ്റെ ഏത് വെർഷനാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. കൺഫ്യൂഷൻ വേണ്ട, ബ്രാക്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വെർഷൻ വരുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡായി വരുന്നതാണ്. ഇവിടെ താഴെ കാണുന്ന ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി താഴെ എക്സ്പാൻഡ് ചെയ്താണ്. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ആക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇൻ്റർനെറ്റിനനുസരിച്ച് സ്പീഡായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഓക്കെ, ഇവിടെ സെലക്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ലാംഗ്വേജ് എന്ന് ചോദിക്കുക, അത് സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ എഗ്രി എന്നുള്ള ടിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എഗ്രി എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എനേബിളായി വരുന്നതാണ്. ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ USB കണക്ഷൻ വഴിയാണുള്ളതാണ് പറയുന്നത്. അപ്പോൾ USB സെലക്ട് ചെയ്യുക. ഈ സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതേപോലെ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ എവിടെയാണോ അതിൻ്റെ ഒരു ഭാഗം കമ്പ്യൂട്ടറിലും മറ്റേ ഭാഗം പ്രിൻ്ററിൻ്റെ പിറകുവശത്തും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ മെസ്സേജ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ ടാർഗറ്റ് പ്രിൻ്റർ ഹാസ് ബീൻ കണക്റ്റഡ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അത് വരുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നാണ്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ നിന്ന് എവിടെ നിന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ സാമ്പിളിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്രിൻ്റ് എടുത്ത് കാണിച്ചു തരാം.
ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. യെസ്, ഇവിടെ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പേര് വരുന്നതാണ്. അതിൽ പ്രിൻ്ററിൻ്റെ പേരിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്തു. അതിൽ താഴെ കാണുന്ന പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി കമ്പ്യൂട്ടറിൽ നിന്നൊരു പ്രിൻ്റ് ടെസ്റ്റ് പേജ് കമാൻഡ് പ്രിൻ്ററിലേക്ക് പോകുന്നതാണ്. പ്രിൻ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. അത് ഡിറ്റക്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.